നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പേഴ്സൻ്റെ മെസ്സേജ് ഇന്നലെ പൈലിൽ വെച്ച് ചെയ്തത് മേ ബി ഐ ഹോപ്പ് നിങ്ങൾക്ക് മെസ്സേജ് വരാത്ത ആൾക്കാർ ഡിസപ്പോയിൻ്റ് ആവാതിരിക്കുക. ഒന്നാമത് തിരക്കുള്ള സമയങ്ങളാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ പേഴ്സണിന് എത്രത്തോളം ചെയ്യാം. നമ്മൾ ഇന്നലെ നോക്കിയതിൽ റീഡിങ്ങിൽ കിട്ടിയതിൽ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്, അതിൽ ഉള്ളിലുള്ള ഫീലിങ്സ് നമ്മൾ കണ്ടു അല്ലേ? യെസ്, പക്ഷെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അതിന് സാഹചര്യപരമായിട്ട് ചില തടസ്സങ്ങൾ ഉണ്ടാവാം. അതൊക്കെ മറികടക്കാൻ പറ്റും എല്ലാവർക്കും, എനിക്കറിയാം. ഞാനും പറയുന്നതിന് നമ്മളൊക്കെ എന്ത് സാഹചര്യവും മറികടക്കണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് യെസ്, നിങ്ങളുടെ പേഴ്സൺ അത്രയ്ക്ക് ചെയ്തില്ല, ശ്രമിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സോ പോട്ടെ, സാരല്ലേ, തിരക്കാണ് എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാം. ഒരു ദിവസം കൂടി നോക്കാം നമുക്ക് അല്ലേ. മുന്നോട്ട് നമുക്ക് പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഫീലിങ്സ് കാണുന്നുണ്ട്, എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഫീലിങ്സ് ഉണ്ട്, യെസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആക്ച്വൽ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് എന്തായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് ഓരോ ദിവസവും, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ അധികം ദൂരത്തേക്കുള്ള എനർജി അല്ല, മേ ബി കുറച്ച് ദിവസത്തിൻ്റെ ഒരു എനർജി എടുക്കാം. 1 വീക്ക്, ഇതിപ്പോൾ എന്താ ആഴ്ച, ശനിയാഴ്ച അല്ലേ, സാറ്റർഡേ. സോ ഓക്കെ, മേ ബി കമ്മിങ് 1 വീക്ക് 7 ഡേയ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻസ് എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഫീലിങ്സും പറയാം ഞാൻ. ഓക്കെ, അതിൻ്റെ ഒപ്പം അവരുടെ ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാവും, അവരെന്തെങ്കിലും എന്താ പറയുക, ശരിക്കും റീച്ച് ഔട്ട് ചെയ്യുമോ, സംസാരിക്കുമോ, അതോ മെസ്സേജ് ചെയ്യുമോ, അതോ മാറി നിൽക്കുമോ, അതോ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുമോ, എന്താണ് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ആക്ഷൻസ് എന്തായിരിക്കും നോക്കാം. ആദ്യം ഫീലിങ്സ്. ഗ്രേറ്റ്, 9 of Swords, Strength, Ace of Cups, Ace of, my God, seriously. Nine of Pentacles, 5 of Swords, 2 of Cups, beautiful, King of Swords and Chariot. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണിന് യെസ്, ഞാൻ മൊത്തത്തിലാണ് പറയുന്നത് കേട്ടോ, വൺ ബൈ വൺ അല്ല ഞാൻ പോകുന്നത്, ഓവറോൾ എടുക്കുകയാണ് ഞാൻ എനർജി. നിങ്ങളുടെ പേഴ്സണിന് യെസ്, സ്ട്രോങ് ഫീലിങ്സ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് ലൈക്ക് അൺബ്രേക്കബിൾ ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഒരു, നമ്മൾ പറയില്ലേ, പുറമേ എന്ത് കാണിച്ചോ, എന്ത് പറഞ്ഞോ, എന്ത് ചെയ്തോ, അതൊക്കെ ഒരു ഭാഗത്ത്, എല്ലാം ഒരു വശത്ത്. പക്ഷെ നിങ്ങൾ തമ്മിൽ നമ്മൾ പറയില്ലേ ഒരു സോൾ കണക്ഷൻ, അത് അത്രയും ഡീപ്പാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. അവരെന്ത് ചെയ്ത് അവരെങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളെ ലൈഫിൽ വെക്കാൻ അവർ ശ്രമിക്കും. ആക്ച്വലി നിങ്ങൾ അവരെ ഒരു കീഴടക്കിയ പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളെ എന്നല്ല, നിങ്ങളുടെ സ്നേഹം അവരെ കീഴടക്കിയ പോലെ തന്നെയാണ്. ഓക്കെ, ഒരു ലയണിനെ, ഒരു ലേഡി ആവണമെന്നില്ല, ഈവൻ ജെൻസ് ആയാലും നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ, നിങ്ങളുടെ സ്നേഹം അവരെ ഒരുപാട് കീഴ്പ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അവരത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ വളരെ ഡീപ്പ് ബോണ്ടാണ് നിങ്ങൾ തമ്മിൽ. അതിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. കാരണം Ace of Cups കൂടിയുണ്ട്, Ace of Pentacles ഉണ്ട്, 2 Ace ആണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ 2 of Cups സോൾമേറ്റ് കാർഡും ഉണ്ട്, പ്ലസ് Ace of Cups ആൻഡ് Ace of Pentacles ആണ്. സോ യെസ്, വളരെ സ്ട്രോങ് കണക്ഷൻ ആണ് അവിടെ നിങ്ങൾ തമ്മിൽ. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ നമ്മൾ പറയില്ലേ, ആക്ച്വലി ശരിക്കും ഒരു ഇത് പറയുകയാണെങ്കിൽ, മനസ്സിൽ ആരാണ്, ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പുറമേ കാണുന്ന എന്തോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ആരെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ മനസ്സിൽ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം വരില്ലേ. അത് തുറന്ന് പറഞ്ഞില്ലേ, അതും വിട്ടേക്കൂ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളോട് കമ്മിറ്റഡ് ആണ്, നിങ്ങളോട് വളരെയധികം അവർ ശരിക്കും ഒരു മനസ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, യു ആർ ദ വൺ ഫോർ ദം എന്ന് തന്നെ പറയാം. ഓക്കെ, നിങ്ങളാണ് അവരുടെ പേഴ്സൺ എന്ന രീതിക്ക് തന്നെയാണ് അവർ കാണുന്നത്. പക്ഷെ പുറമേ കാണിക്കുന്നത് ഇവിടെ ഒരല്പം
കിങ് ഓഫ് സോർട്സ് എനർജിയാണ്. ഓക്കെ, വളരെ റാഷ് ആയിട്ട് കാണിക്കുന്നുണ്ടാവാം. റൊമാൻറ്റിക് ആയിട്ടും നിങ്ങൾക്ക് തീരെ തോന്നുന്നുണ്ടാവില്ല. ഏഴയലത്തേക്ക് വരുന്ന പോലെ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ആയിരിക്കും നിങ്ങൾ തമ്മിൽ. ഓക്കെ, എപ്പോൾ നോക്കിയാലും പ്രശ്നം, എന്ത് പറഞ്ഞാലും പ്രശ്നം, എന്ത് പറഞ്ഞാലും എതിർത്ത് സംസാരിക്കാം, ദേഷ്യപ്പെട്ട് സംസാരിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പക്ഷേ ഇതിലൊരു അല്പം കൺട്രോളിൻ്റെ കാര്യം കൂടി പറയാം. യെസ്, ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഞാൻ പറയുന്ന രീതിയിൽ എല്ലാം നടന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ദേഷ്യം വരിക, ആ തരത്തിൽ. സോ അങ്ങനെ ഒരു ബിഹേവിയർ ഒക്കെ കാണിക്കുന്നത്. ഈവൻ ലേഡീസ് ആയാലും കേട്ടോ, അത് ജെൻസ് ആയിട്ടും ഒന്നും എടുക്കണ്ട, ലേഡീസ് ആയാലും തന്നെ ആരായാലും അങ്ങനെ ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളെ ഓർത്ത് ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പേഴ്സൺ ഇവിടെ സ്ട്രെസ് അടിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെയധികം സ്ട്രെസ്ഡ് ആണ് അവർ, ബേർഡൻഡ് ആണ് അവർ. നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ബേർഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസിന്റെ ബേർഡൻ ആയിരിക്കാം. ബേർഡൻ എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഭാരം ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ പാരൻസിന്റെ ഇതായിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം, റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ അവരെ മേലെയുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയുടെ ഒരു ഫീലിംഗ് എനിക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ കാർഡ്സ് വെച്ചിട്ട് എനിക്ക് നിങ്ങൾ തമ്മിലൊരു ചെറിയ അകൽച്ച, സെപ്പറേഷൻ എന്ന രീതിക്ക് എനിക്ക് കാണും. സെപ്പറേഷൻ ആവണമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാം. ഇവിടെ ഇൻഡിപെൻഡൻസ് കാണുന്നുണ്ട്. സോ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അവർ എന്നെ മൈൻഡില്ല, അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, എന്നെ ഇതാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. കാരണം ഇവിടെ ഒരു ഓക്കെ, മേ ബി അവർ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി 9 ഉണ്ട് ഇവിടെ. സോ ഇത് കണക്റ്റഡ് ആണ്. അവർക്ക് അവരുടെ ഫൈനാൻസിനെ കുറിച്ച് ഓർത്ത് സ്ട്രെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായി പോകണു, അവരുടെ ലൈഫിൽ പക്ഷേ സ്ട്രെസ്സാണ് എപ്പോഴും എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. എല്ലാം കൊണ്ടും ആക്ച്വലി ഇവിടെ കുറച്ച് കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഒരല്പം സെപ്പറേഷൻ്റെ ഒരു എനർജി ഇവിടെ വരുന്നുണ്ട്, ഡിസ്റ്റൻസിൻ്റെ എനർജി വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞു വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. യെസ്, അവർ കാണിക്കുന്നത് ഒരു അല്പം ദേഷ്യം കൺട്രോളൊക്കെ രീതിയിലാണ് കാണിക്കുന്നത്, ഈഗോ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഒരു ബട്ട് ഇവിടെ ശരിക്കും ആക്ഷൻ എടുക്കുന്നതായിട്ടും അല്ല കാണുന്നത്. ഓക്കെ, ആക്ഷൻ എന്ന രീതിക്ക് എനിക്കിവിടെ ഈ ഒരു കാർഡ് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ചാരിയറ്റാണ്. ഓക്കെ, ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാം, അല്ലെ, ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന പോലെ. ആൻഡ് ആ ഡിസിഷൻ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, അവർക്ക് നന്നായിട്ട് അറിയാം തരും നിങ്ങളെ, ലൈക്ക് നിങ്ങളല്ലാതെ അവർക്ക് വേറൊന്നും ആഗ്രഹമില്ല. എങ്കിൽ നിങ്ങളെ തന്നെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹം ഉണ്ടാവാം കുറച്ച് പേർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ സെപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ബെറ്റർ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും പോയി കാണാം, ഒരു പെട്ടെന്ന് എനിക്ക് തോന്നി ആടുമ്പോയി അങ്ങനെ വല്ലതും കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ദൂരെ ആയിരിക്കാം അവർ. ബട്ട് അവർ നിങ്ങളെ തമ്മിൽ കാണാനുള്ള ആഗ്രഹം, ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആഗ്രഹം എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുമാണ്. ആൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ആക്ഷൻ മെയിനായിട്ട് ഞാൻ ഒന്നുകൂടി കാർഡ് എടുക്കാം. 6 ഓഫ് സോർഡ്സും ഉണ്ട് ഇവിടെ. സോ യെസ്, നിങ്ങൾ തമ്മിലൊരു പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഈ പ്രശ്നങ്ങളോ ടെൻഷനോ ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ല രീതിക്ക് സ്നേഹത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ ആക്ഷൻ ആയിട്ട് ഞാൻ എടുക്കട്ടെ ഒന്നുകൂടി. അവരുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ആക്ഷൻ? 7 of Wands, King of Wands, Page of Swords, Judgment. എപ്പോഴും ഈ ജഡ്ജ്മെന്റ് കാർഡ് വരും നിങ്ങൾക്കൊക്കെ നോക്കുമ്പോൾ. 8 of Cups and the Emperor. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാവും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഫാമിലിയോട് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര സൗണ്ട് ഇവിടെ. ഓക്കെ, ഫാമിലിയോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ വല്ല കാര്യങ്ങളാണെങ്കിൽ ഫാമിലിയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും. അതായത് നിങ്ങളെ വേണം എന്ന രീതിക്ക് അവരോട് പറയാനോ ചെയ്യാനോ ഒക്കെ എഫേർട്ട് എടുക്കും. കിങ് ഓഫ് വാൻസ് എനർജിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും അവർക്ക്. ഓക്കെ, ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കോൺഫിഡൻറ്റോടെ അവർ കാര്യങ്ങൾ ചെയ്യും. എന്ന് മാത്രമല്ല ഇവിടെ നിങ്ങളോട് പാഷൻ കൂടുതലാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് പാഷൻ, അട്രാക്ഷൻ എല്ലാം കൂടുതലാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരല്പം ദേഷ്യത്തിലോ അതിലോ നിൽക്കുകയാണെങ്കിലും അത് മാറിയിട്ട് അവർക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിക്കും കാണുന്നുണ്ട്. നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളാണ് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ പേഴ്സണിന് പിന്നാലെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവർ സിറ്റുവേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഓൺലൈൻ വന്നോ പോയോ പോസ്റ്റ് ചെയ്തോ അങ്ങനെയെല്ലാം നോക്കുന്നുണ്ട്. എനിക്ക് വാച്ചിങ് എനർജിയാണ് എനിക്ക് ഇവിടെ. മേ ബി സിറ്റുവേഷനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം, എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കായിരിക്കാം. ജഡ്ജ്മെന്റ് ആണ് ഇവിടെ. ജഡ്ജ്മെന്റ് ആൻഡ് 8 of Cups കാണുമ്പോൾ എനിക്കിവിടെ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൺ ഈഗോ ഉപേക്ഷിക്കുന്നതായിട്ടാണ്. മെയിനായിട്ട് ഈഗോ ഉപേക്ഷിക്കുക. ഓക്കെ, അവരുടെ ഒരു
പേഴ്സന്റെ ഈഗോ മാറ്റി വെച്ചിട്ട്, ഓക്കെ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് അല്ലെങ്കിൽ പിന്നിൽ ഉപേക്ഷിക്കാം എന്ന് പറയില്ലേ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ജഡ്ജ്മെന്റ് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് കോൾ വരും. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സൺ, നമ്മൾ പറയില്ലേ, കുറച്ചിങ്ങനെ ചിന്തിച്ചിട്ട് അവരുടെ മനസ്സിൽ ചില തിരിച്ചറിവുകൾ വരും, ചില റിയലൈസേഷൻ വരും, അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്ന പോലെ യൂണിവേഴ്സ് ആയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ. ഹൈറോഫന്റ് ആണ് ചാടിയത്. ഇനി ഒരു കാർഡ് കൂടി ലാസ്റ്റ് ആക്ഷന് വേണ്ടിയിട്ട്. Queen of Pentacles, good. 8 of Pentacles. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടന്നിട്ടുണ്ടാവാം. ഓക്കെ, കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ തയ്യാറല്ലാതെ അവർ നടന്നു കാണാം. സിറ്റുവേഷൻ ശരിക്കും ബെറ്റർ ആക്കണമെങ്കിൽ എപ്പോഴും എന്താ വേണ്ടത്, നമ്മൾ തമ്മിൽ ഒരു പരസ്പരം സംസാരിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ചിന്തകൾ എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്, സിറ്റുവേഷൻ എന്താണ്, ഒന്ന് പറഞ്ഞ് പരസ്പരം ഒന്ന് നമ്മൾ സംസാരിച്ചൊക്കെ തീർക്കണം അല്ലേ. എഫേർട്ട് ഇടണം ശരിക്കും ഒരു ബന്ധത്തിൽ. നമ്മൾ വേണ്ട എഫേർട്ട് ഇടുക, ടൈം തരിക, ഡെയിലി ഒരു റെഗുലർ ആയിട്ട് ഒരു കോൺടാക്ട് വെക്കാൻ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് സംസാരിക്കുക, എന്തെങ്കിലും യുനോ. കാരണം നമ്മൾ അല്ലാത്ത സമയങ്ങളിലാണ് ഈ വേണ്ടാത്ത ചിന്തകൾ കയറി വരിക. സോ അപ്പം നമ്മളൊരു മാക്സിമം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറയുക, എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്ന എനിവേ അത് ചെയ്യുമെന്നാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ലൈക്ക് ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ മാരേജ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എഫേർട്ട് കാര്യങ്ങൾ ഓക്കെ തീർച്ചയായിട്ടും അവർ ചെയ്യാൻ ശ്രമിക്കും എന്നാണ്. അതാണ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ആക്ഷൻ പ്രതീക്ഷിക്കാനുള്ളത്. ഓക്കെ, ഈ സ്റ്റാൻഡ് എടുക്കുക എന്ന് ഐ തിങ്ക് ഇന്നലെയും ഞാൻ ഒരു ഇതിൽ പറഞ്ഞിരുന്നു, ഒരു പൈലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ടൈം തരാൻ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഡെയിലി കണ്ടെത്താൻ. ഓക്കെ, അത് അവർ തിരക്കിലോ പ്രശ്നങ്ങളിലോ ഫ്രണ്ട്സോ കാര്യങ്ങളോ വീടോ ഫാമിലിയോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഇടയിൽ ഓക്കെ ഒന്ന് നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഒരു പ്രസൻസ്, അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് തരാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവരൊരു എഫേർട്ട് എടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഇവിടെ യെസ് അവർക്ക് നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു മാറ്റം വരും, അവരുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരും. ഒന്ന് അവർ സോഫ്റ്റ് ആവും. ഓക്കെ, ഈ ഒരു എന്താ പറയുക, ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വളരെ റഫ് എനർജിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു പാഷനേറ്റ് ആയിട്ടൊരു എനർജി പോലെ മാറി വരും. ഓക്കെ, ചേഞ്ചസ് വരും പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന്. ആക്ഷൻ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് നിങ്ങൾക്ക് കാണും. ചില അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് വന്നു, അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഡെയിലി എങ്കിലും കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ഇവിടെ അഗൈൻ കൗൺസിലിംഗ് ആയിട്ട് അല്ലെ എന്താ പറയുക, നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കൂ. നിങ്ങൾ അങ്ങനെ അവർ മാറി നിൽക്കുന്ന സമയത്ത് എന്താ മെസ്സേജ് ചെയ്തില്ല, എന്താ വന്നില്ല, എന്തായിരുന്നു വേറെന്തായിരുന്നു കാര്യം, അങ്ങനെ ഇങ്ങനെ ചോദിക്കാതിരിക്കാം. ഓക്കെ, ഇത് ഞാൻ പറയുന്ന ഒരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, നിങ്ങൾ ഈഗോ ഓക്കെ നിങ്ങളത് വെറുതെ അന്വേഷിക്കാൻ പോയിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളത് ചോദിക്കും തോറും അവർ എന്താണെന്ന് വെച്ചാൽ ഡിഫെൻസീവ് ആവും ചിലവർ. ഓക്കെ, അതായത് നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരാൾക്ക് ആൻസർ പറയാൻ, അതായത് അവർക്ക് പറ്റുമായിരിക്കും ചിലപ്പോൾ ഒരു അങ്ങനെ ഇങ്ങനെ ശ്രമിച്ചാൽ ഒരു 5 മിനിറ്റ് എടുക്കാൻ പറ്റും അല്ലേ. പക്ഷെ അവർ വിചാരിക്കും വേണ്ട, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ആ ഒരു എഫേർട്ട് അല്ലേ, അപ്പം ഞാനത് ചെയ്തിട്ട് ഇനി അത് യുനോ ഫ്രണ്ട്സിൻ്റെ കൂടെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഇങ്ങനെ പല ചിന്തകളും വരുമ്പോൾ അവരത് ചെയ്യാതെ സ്വയം മാറ്റിവെക്കും. പക്ഷെ എന്താ ഇത് ഉണ്ടാക്കുന്ന എന്താ അവരുടെ ഉള്ളിൽ കുറ്റബോധമാണ്. അവനവൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. അപ്പം നിങ്ങൾ ചോദിക്കുകയും കൂടി ചെയ്താൽ ആ കുറ്റബോധം അങ്ങോട്ട് കൂടും. ആ കുറ്റബോധം കൂടുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ഡിഫെൻസീവ് ആവും. പിന്നെ അതിൻ്റെ നേരെ നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഇങ്ങനെ വന്ന ആൾ ഇങ്ങനെ തിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഓക്കെ, പിന്നെ എല്ലാം തെറ്റിപ്പോവും. സോ അതിനേക്കാൾ നല്ലത് നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ ചോദിക്കാൻ പോകണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ അതാ പറഞ്ഞു, അവർ വരാത്ത സമയം നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ടാണ് നിങ്ങൾ ഇറിറ്റേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടുന്ന് ഒരു ആൻസർ വേണം, അവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണം. എന്നെ ചൂസ് ചെയ്യാതെ അവർ വേറെ എന്ത് ചെയ്യായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണം എന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യൂ, നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് സമയം കൊടുക്കൂ. ഓക്കെ, അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ആ പേഴ്സൺ അവർ വരുമ്പോൾ രണ്ട് മാറ്റമാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവർ വന്നു എന്നുള്ളത് തന്നെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നും, നിങ്ങൾക്കൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യും. ആ സമയം നിങ്ങൾ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും. അപ്പം നിങ്ങൾ ആ എനർജി കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവരും ആ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. വീണ്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയാണ്. കാരണം നമ്മൾ ഒരാളുമായിട്ട് എന്തിനാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പരസ്പരം സന്തോഷം സ്നേഹം കൊടുക്കാനുള്ളതാണ് അല്ലേ. അത് പ്രത്യേകിച്ച് സിറ്റുവേഷൻസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഇതൊരു ദിവസം ഇനി ഇത് എടുത്ത് പറയാനുണ്ട് ചില കാര്യങ്ങൾ. അത് ഞാൻ മെമ്പേഴ്സ് ഓൺലിയിൽ ഇടാമെന്ന് വിചാരിക്കണം. ഐ ഹോപ്പ്. കാരണം എല്ലാവർക്കും ഇത് സൂട്ടബിൾ ആയിരിക്കില്ല ഞാൻ പറയുന്ന കാര്യം. സോ
രണ്ട് കാര്യമാണ് നടക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പോൾ ഒന്ന്, യെസ്, നിങ്ങളുടെ അടുത്ത് നിന്ന് സന്തോഷം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവർ വരും, അല്ലേ? രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങൾ ചോദിക്കുന്നില്ല, പറയുന്നില്ല, നിങ്ങൾ കംപ്ലൈൻ്റ് ഒന്നും പറയുന്നില്ല, ഓക്കെ, വന്നു, യെസ്, ഹാപ്പി, വന്നില്ലെങ്കിലും ഞാൻ ഹാപ്പി എന്ന് പറയുന്ന ലെവലാണെങ്കിൽ, അതും നിങ്ങളുടെ പേഴ്സണിന് ഒരു തോന്നുക, എന്ത് പറ്റി, ഇതെന്താ പറ്റിയേ, ഇതെന്തെങ്ങനെ മാറി നിൽക്കണേ, എന്താ ഒന്നും ചോദിക്കാത്തത്, എന്താ കംപ്ലൈൻറ്റ് വരാത്തത്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയോ, നിങ്ങൾ വേറെ ആരുടെങ്കിലും പോയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താ നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണേ എന്നൊരു ചിന്ത കൂടി അവരുള്ളിൽ കയറി വരും. അതും കുറച്ചിരിക്കട്ടെ അവർക്ക്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് ഗൈഡൻസ് കൂടെ എടുക്കാം, എന്നിട്ട് വന്നിട്ടാം ഞാൻ. റീയൂണിയൻ, എനിവേ, ഫസ്റ്റ് തിങ്, വെരി ഗുഡ്. റീയൂണിയൻ, ഈഗോ എന്നർത്ഥം കണ്ടത്. ഓക്കെ, അത് ഞാൻ കാർഡ് മാർക്കേണ്ടി വരും. ഹോപ്പ്, ഓക്കെ, നെഗ്ലക്റ്റഡ്, കോൺവെർസേഷൻ, വെരി ഗുഡ്. മെന്റ്, ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. നിങ്ങളുടെ ഇടയിൽ, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ മെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതിനെ ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു, ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പിന്നെ പറയുന്നത് സാരില്ല. ഓക്കെ, റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങൾ വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നാ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയാണ്. എന്ത് പ്രശ്നം ഉണ്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആ ടെൻഷനെ വിചാരിക്കണം. കുറച്ച് ഇപ്പോൾ സപ്പോസ് നല്ല ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാലം മിണ്ടാതിരിക്കുമായിരിക്കും, എന്നാലും കറങ്ങിത്തിരിഞ്ഞ് അത് ഇങ്ങോട്ട് തന്നെ വരും. അതങ്ങനെയാണ്. ഓക്കെ, ഈഗോ, ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. ഞാൻ നേരത്തെ എംപറർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഈഗോ, നിങ്ങളുടെ പേഴ്സൺ ഒരല്പം ഈഗോ ഉണ്ടാവും. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ, പറഞ്ഞാൽ, അപ്പോഴേക്കും അവർക്ക് ഈഗോ കയറാണ്. എന്നോട് ചോദിക്കാൻ ഇവരാരാ, ഏനോ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഒരു ആൻസർ കൊടുക്കുന്നത്, അതൊക്കെയാണ് ഈഗോ എന്ന് പറയുന്നത്. വിട്ട് കളഞ്ഞേക്കും, പോട്ടെ. ഹോപ്പ്, ഐ ഹാവൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല, അവർക്ക് റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ്, അവരത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും. നെഗ്ലക്റ്റഡ്, ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അറിയാം, അവർക്ക് നന്നായിട്ട് അറിയാം അവർ ചെയ്യുന്ന തെറ്റാണെന്ന്. നിങ്ങൾക്ക് വേണ്ട സമയം തരുന്നില്ല, നിങ്ങൾക്ക് വേണ്ട എഫേർട്ട് തരുന്നില്ല, അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്നതിൽ വാലിഡ് ആണ് എന്നും അവർക്കറിയാം. ഓക്കെ, ബട്ട് എന്താ, അവർക്ക് ആൻസർ ഇല്ല അവരുടെ കയ്യിൽ, അതാണ് കോൺവെർസേഷൻ. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരല്പം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം ആക്ഷൻ, യെസ്, പ്രതീക്ഷിക്കാം, നമുക്ക് ഒരു കോൺവെർസേഷൻ പ്രതീക്ഷിക്കാം, സംസാരം പ്രതീക്ഷിക്കാം. റിലേഷൻഷിപ്പ് പക്ഷേ അങ്ങനെ എടുത്ത് ചാടി ഓടും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, സംസാരിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റെഗുലർ എഫേർട്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. പക്ഷേ ഈ റെഗുലർ എഫേർട്ട് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്താൽ മാത്രമേ നിങ്ങൾക്കത് നടക്കൂ. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറഞ്ഞതെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കുറച്ചുകൂടിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളെ മിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം ഞാൻ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്താലേ നടക്കുള്ളൂ. അത് നമ്മൾ ആരെയും, ഞാൻ എപ്പോഴും വീണ്ടും 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 എടുത്തു പറയുന്ന കാര്യമാണ്, നമ്മൾ അവർ തോൽപ്പിക്കാനോ ജയിക്കാനോ ഒന്നിനുമല്ല. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം, അപ്പോഴേ അവരത് കാണുള്ളൂ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് മാറ്റർ. ഓക്കെ, എനിവേ, കൂടുതൽ പിന്നെ ഒരിക്കൽ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.